എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എൻ്റെ തന്നെ ഒരു ഐഡിയയിൽ വന്നൊരു ഡ്രീം കേക്കാണ്. ക്രിസ്മസ് ഒക്കെ അടുക്കുകയാണ്, അപ്പം നമുക്ക് ക്രിസ്മസിന് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡ്രീം കേക്കാണ്. ഡെസേർട്ടായിട്ടൊക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കസ്റ്റർഡ് ലെയറിന് വേണ്ടിയിട്ട് കസ്റ്റർഡ് ഉണ്ടാക്കാം. 2 കപ്പ് ഫുൾ ഫാറ്റ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സോസ് പാനിൽ കൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ കസ്റ്റർഡ് പൗഡർ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. കസ്റ്റർഡ് പൗഡർ വാങ്ങിക്കുക. 2 ടേബിൾ സ്പൂൺ മുതൽ 3 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. ഇതിലേക്ക് ചൂടുപാൽ ഒഴിച്ചിട്ട് കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വാനില കസ്റ്റർഡാണ് എടുത്തിരിക്കുന്നത്. കസ്റ്റർഡ് പൗഡറിൽ മധുരം ഉണ്ടെങ്കിൽ എക്സ്ട്രാ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. മധുരം അനുസരിച്ചിട്ട് ചേർക്കാം. കസ്റ്റർഡ് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് കട്ടിയിൽ വേണമെന്നില്ല, കുറച്ചൊരു മീഡിയം തിക്നെസ്സിൽ മതിയാകും. ഇനി നമുക്ക് ഒരു ലെയറിന് വേണ്ടിയിട്ടുള്ള ക്രീം തയ്യാറാക്കാം. അപ്പം നമ്മൾ ക്രിസ്മസ് തീം ആയതുകൊണ്ട് തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം അല്ല ഇന്ന് എടുക്കുന്നത്, ക്രീം ചീസാണ്. ഇനി ഈ ക്രീം ചീസ് നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം എടുക്കാം. ഈ ക്രീം ചീസ് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നല്ലൊരു വാനില ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില ഷുഗറും കൂടി ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഹൈ സ്പീഡിലിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സെറ്റായിട്ട് ഇരിക്കും. നമ്മളിന്ന് ചെയ്യുന്ന ഒരു ഫ്രൂട്ട് ആൻഡ് നട്ട് ഡ്രീം കേക്ക് ആണല്ലോ, അപ്പം അതിന് ഒത്തുപോകുന്ന ഒരു ഫ്രോസ്റ്റിംഗ് ആണ് ഈ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ്. ഇതിൽ കുറച്ച് പുളിപ്പും ഒക്കെ ഉണ്ട്, അപ്പോൾ അത് നമുക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകും. ഒരുപാടങ്ങ് മധുരിക്കില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചോക്ലേറ്റ് ലെയർ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റാണ് എടുക്കുന്നത്. വൈറ്റ് തന്നെ എടുക്കണമെന്നില്ല, ഡാർക്ക് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ 100 ഗ്രാമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൈക്രോവേവ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇനി പകരം നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് മറ്റൊരു പാത്രത്തിൽ ഈ ചോക്ലേറ്റ് ഇട്ടിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിലും ഉരുക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഡ്രീം കേക്ക് അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു സ്പോഞ്ച് കേക്കിൻ്റെ ലെയർ എടുത്തിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് സ്പഞ്ച് കേക്കാണ്. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിലാണ് നമ്മൾ ഇത്തവണ ഡ്രീം കേക്ക് തയ്യാറാക്കുന്നത്. നിങ്ങൾ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വലിപ്പത്തിൽ കേക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇന്നേക്ക് സ്പോഞ്ച് കേക്കിന് പകരം നിങ്ങൾക്ക് പ്ലം കേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ പ്ലം കേക്ക് ഞാൻ എടുക്കുന്നുണ്ട്, അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യത്തെ ലെയർ എന്തായാലും സ്പോഞ്ച് കേക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തു. അതിന് മുകളിലായിട്ട് നമ്മൾ ആ ഒരു തയ്യാറാക്കിയ കസ്റ്റർഡ് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പൈപ്പ് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കി നമുക്ക് മാറ്റി വെക്കാം, നമുക്ക് ആവശ്യം വരും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്നത് പ്ലം കേക്കാണ്. ഈ പ്ലം കേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ റെസിപ്പി കണ്ടു നോക്കിയിട്ടില്ലാത്തൊരു കണ്ടു നോക്കണം. അപ്പോൾ അന്നുണ്ടാക്കിയ പ്ലം കേക്കാണ്. ഇതുവരെ കേടായിട്ടില്ല. ഒത്തിരി നാൾ കേടാകാതിരിക്കുന്നൊരു പ്ലം കേക്കാണത്. പ്രിസർവേറ്റീവ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. പ്ലം കേക്ക് ലെയർ ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ലെയർ ചെയ്ത് കൊടുത്തത്. അതിന് മുകളിലായിട്ടും വീണ്ടും ആ ഒരു ബാക്കി കസ്റ്റർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതായത് പ്ലം കേക്കിൽ ചേർക്കുന്ന ടൈപ്പ് നട്ട്സ്. നമ്മളിവിടെ കാഷ്യൂ നട്ട്സും അതുപോലെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പീക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള നട്ട്സും പിന്നെ കുറച്ച് ചെറീസുമാണ്, 2 കളറിലുള്ള ചെറീസ്. ഇതിലങ്ങനെ ഇന്നത് വെക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മളൊരു ക്രീം ചീസിൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയതുണ്ട്. അപ്പോൾ അതൊന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. പൈപ്പ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ലെവൽ ചെയ്തെടുത്താലും മതി. ഈ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഏത് കേക്കിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു ഫ്രോസ്റ്റിംഗ് ആണ് ഈ ക്രീം ചീസ് എന്ന് പറയുന്ന ഫ്രോസ്റ്റിംഗ്. ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇതൊരു കുഞ്ഞ് ഡ്രീം കേക്കിൻ്റെ പാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് വലുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഫ്രോസ്റ്റിംഗ് കുറച്ചുകൂടെ കൂട്ടി എടുക്കേണ്ടി വരും. ഏറ്റവും മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് കൊടുക്കാം. അങ്ങനെ വൈറ്റ് ചോക്ലേറ്റും കൂടെ ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു ക്രിസ്മസ് തീം വരാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡും അതുപോലെ തന്നെ ഗ്രീനും വെച്ചിട്ടുള്ള ചെറീസ് ഒന്ന് അവിടെ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്.
അതുപോലെ സ്നോഫ്ലേക്സിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂറൊന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. കൂടുതൽ നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചോക്ലേറ്റൊക്കെ നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഈ ക്രിസ്മസിന് ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നൊരു ഡ്രീം കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിതുപോലെ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ആ ഒരു പ്ലം കേക്കിൻ്റെ ടേസ്റ്റും അതുപോലെ ക്രീം ജ്യൂസും എല്ലാം കൂടെ വന്നപ്പം ഒരു റിച്ച് ആയിട്ടുള്ളൊരു ക്രിസ്മസ് ഡ്രീം കേക്കാണ് നിങ്ങൾ കണ്ടത്. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോക്ലേറ്റ് ഡ്രീം കേക്ക് നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ക്രിസ്മസിന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെൻ്റെ തന്നെ ഒരു ഐഡിയയിൽ വന്നിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമ്മുടെ പ്ലം കേക്കിൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്